ഹായ് ബ്രിഡ്ജ് എഡ്യൂക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ UGC നെറ്റ് അറബിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണോ? എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചാനലാണ്. നെറ്റ് സിലബസിലെ ഓരോ യൂണിറ്റും നമുക്ക് ഒരുമിച്ച് സിമ്പിളായി പഠിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ അതോ കുറച്ച് ടഫായിരുന്നോ? താഴെ കമന്റ് ചെയ്യണേ. ഇനി ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വേണ്ടതെന്ന് തീർച്ചയായും നിർദ്ദേശിക്കണം. ഇതുപോലെ ഓരോ യൂണിറ്റും കവർ ചെയ്യുന്ന കൂടുതൽ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യുക. നമസ്കാരം. അറബി സാഹിത്യത്തിലും തത്വചിന്തയിലുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളിൽ ഒരു പക്ഷേ ഏറ്റവും സങ്കീർണവും അതേസമയം കൗതുകം നിറഞ്ഞതുമായ ഒരു വ്യക്തിത്വമാണ് അബുൽ അലാഎ അൽമേറി. 2 തടവറകളിലെ തടവുകാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ആളാണ് അദ്ദേഹം. അപ്പോൾ ഈയൊരു വിശകലനത്തിൽ നമുക്ക് ആ മഹാനായ പണ്ഡിതന്റെ ജീവിതത്തിലേക്കും അദ്ദേഹത്തിന്റെ കൃതികളിലേക്കും ഒന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. നമുക്കിവിടെ തുടങ്ങാം. ഇതെന്റെ പിതാവ് എനിക്ക് നൽകിയ തിന്മയാണ്, എന്നാൽ ഞാൻ ആർക്കും ഒരു തിന്മയും നൽകിയിട്ടില്ല. ഇത് അദ്ദേഹം സ്വന്തം ശവകുടീരത്തിൽ എഴുതിവെക്കാൻ ആവശ്യപ്പെട്ട വാചകമാണ്. ഇതൊന്ന് കേട്ടുനോക്കൂ. അദ്ദേഹത്തിന്റെ ലോകവീക്ഷണം എത്രത്തോളം അശുഭകരമായിരുന്നുവെന്ന് ഈ ഒരൊറ്റ വാചകത്തിൽ നിന്ന് വ്യക്തമാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കണ്ടത്? നമുക്ക് കണ്ടെത്താം. അപ്പോൾ നമ്മൾ ഈ ഒരു വിശകലനത്തിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, ജീവിതത്തെ മാറ്റിമറിച്ച ആ ദുരന്തം, അതൊക്കെ നമ്മൾ പരിശോധിക്കും. പിന്നെ അറിവ് തേടിയുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ, എങ്ങനെയാണ് അദ്ദേഹം 2 തടവറകളിലെ തടവുകാരൻ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്നും നമ്മൾ മനസ്സിലാക്കും. കൂടെ അദ്ദേഹത്തിന്റെ ഫിലോസഫിയും പ്രധാനപ്പെട്ട വർക്കുകളും ചർച്ച ചെയ്യും. അവസാനം ഇന്നും ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പൈതൃകത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ശരി, അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. അദ്ദേഹത്തിന്റെ ഉത്ഭവം, പിന്നെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തെ നിർവഹിച്ച ആ വലിയ ട്രാജഡി, അതെങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അഹ്മദ് ബിൻ അബ്ദുല്ല ബിൻ സുലൈമാൻ അത്തുനൂഖി എന്നായിരുന്നു. ജനിച്ചത് സിറിയയിലെ മാറത്തുൻ നുമാനിൽ. അറിവിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അച്ഛനൊരു പണ്ഡിതനായിരുന്നു, മുത്തച്ഛൻ ഒരു ന്യായാധിപനായ ഖാദിയും. പിൽക്കാലത്ത് അദ്ദേഹം അറിയപ്പെട്ടത് തന്നെ 3-ാം അബ്ബാസിയ കാലഘട്ടത്തിലെ കവികളുടെ മുദ്ര, അതായത് അവസാനത്തെ മഹാനായ കവി എന്നൊക്കെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ച ആ ഒരു സംഭവം നടക്കുന്നത് അദ്ദേഹത്തിന് വെറും 4 വയസ്സുള്ളപ്പോഴാണ്. അദ്ദേഹത്തിന് വസൂരി രോഗം പിടിപെട്ടു. അതിലൂടെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, രോഗിയായിരുന്ന സമയത്ത് ധരിച്ചിരുന്ന കുങ്കുമ നിറത്തിലുള്ള ഒരു വസ്ത്രത്തിന്റെ ചുവപ്പു നിറം, ആ ഒരു നിറം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മയിലുണ്ടായിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ആദ്യമായി അറിഞ്ഞതും അവസാനമായി കണ്ടതുമായ നിറം അതായിരിക്കാം. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അന്ധത വന്നെങ്കിലും അദ്ദേഹം തളർന്നില്ല. അറിവ് നേടാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നിശ്ചയദാർഢ്യം, അത് ശരിക്കും അവിശ്വസനീയമായിരുന്നു. അതാണ് നമുക്കീ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വിജ്ഞാനയാത്ര തുടങ്ങുന്നത് 20-ാമത്തെ വയസ്സിലാണ്, ഹലബിലേക്ക് പോയിക്കൊണ്ട്. പിന്നീട് ഷാമിലെ തുറാബിൾസിലുള്ള വലിയ ലൈബ്രറി സന്ദർശിച്ചു. ഹിജ്റ 398 അക്കാലത്തെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്ന ബാഗ്ദാദിലേക്ക് പോയി. എന്തിനാണെന്നോ? ഗ്രീക്ക്, ഇന്ത്യൻ തത്വജ്ഞാനമൊക്കെ പഠിക്കാൻ. പക്ഷേ അമ്മയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഹിജ്റ 400 അദ്ദേഹം തിരിച്ച് തന്റെ ജന്മനാടായ മാറിലേക്ക് തന്നെ മടങ്ങി. ഈ മടക്കയാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിന്റായിരുന്നു. അറിവ് തേടി പുറംലോകത്തേക്ക് നടത്തിയ യാത്രകൾ അവിടെ അവസാനിച്ചു. പകരം സന്യാസത്തിന്റെയും ഏകാന്തതയുടെയും ഒരു ആന്തരിക യാത്ര അദ്ദേഹം അവിടെ തുടങ്ങുകയായിരുന്നു. ഇവിടെയാണ് അദ്ദേഹത്തിന് റഹീനൽ മഹ്ബസേൻ എന്ന പ്രശസ്തമായ പേര് വരുന്നത്. എന്താണതിന്റെ അർത്ഥം? 2 തടവറകളിലെ തടവുകാരൻ. അതിലെ ആദ്യത്തെ തടവറ അദ്ദേഹത്തിന്റെ അന്ധതയായിരുന്നു. രണ്ടാമത്തേതോ അതദ്ദേഹം സ്വന്തമായി തിരഞ്ഞെടുത്ത വീട്ടുതടങ്കലായിരുന്നു. മഹ്റയിൽ തിരിച്ചെത്തിയതിനുശേഷം അദ്ദേഹം നയിച്ചത് കഠിനമായൊരു സന്യാസ ജീവിതമാണ്. തന്റെ വിദ്യാർത്ഥികളോടല്ലാതെ മറ്റാരോടും സംസാരിച്ചില്ല. മാംസാഹാരം പൂർണ്ണമായി ഉപേക്ഷിച്ചു. മൃഗങ്ങളിൽ നിന്നുള്ള പാലും തൈരും തേനും ഒന്നും കഴിച്ചില്ല. പയറും അത്തിപ്പഴവും മാത്രമായിരുന്നു ഭക്ഷണം. വിവാഹം കഴിച്ചില്ല. വർഷത്തിൽ വെറും 30 ദിനാർ കൊണ്ട് ജീവിച്ചു. പരുക്കൻ പരുത്തി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു. ലോകത്തോടുള്ള അദ്ദേഹത്തിന്റെ മനോഭാവം ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം.
മറ്റുള്ളവർ കാഴ്ചശക്തിക്ക് ദൈവത്തെ സ്തുതിക്കുന്നതുപോലെ ഞാൻ എന്റെ അന്ധതയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു ശ്രദ്ധേയമായ വാചകമാണല്ലേ? തന്റെ അവസ്ഥയെ അദ്ദേഹം എത്ര സങ്കീർണമായിട്ടാണ് കണ്ടിരുന്നത് എന്നത് വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിലെ തിന്മകളും കാപട്യങ്ങളും കാണേണ്ടി വരുന്നില്ലല്ലോ എന്നോർത്ത് ഒരു തരത്തിൽ അതൊരു രക്ഷാകവചമായിട്ടാണ് അദ്ദേഹം തന്റെ അന്ധതയെ കണ്ടത്. പതിറ്റാണ്ടുകൾ നീണ്ട ഈ ഏകാന്തവാസം പക്ഷേ വെറുതെയായില്ല. അത് അദ്ദേഹത്തെ ഒരു മികച്ച അധ്യാപകനും എഴുത്തുകാരനുമാക്കി മാറ്റി. അപ്പോൾ ഈ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ ബൗദ്ധിക സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ കവിതകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ആദ്യത്തേത് സക്ത് സന്ത്. അത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കവിതകളാണ്. ആദ്യകാല അനുഭവങ്ങളൊക്കെയാണ് അതിൽ പ്രതിഫലിക്കുന്നത്. എന്നാൽ രണ്ടാമത്തേത് അൽ-സുമിയാത്ത്. അത് അദ്ദേഹത്തിന്റെ പക്വതയാർന്ന കാലത്തെ ഫിലോസഫിയുടെ കവിതകളാണ്. അതിൽ അദ്ദേഹത്തിന്റെ നിരാശയും ഏകാന്തതയുമൊക്കെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. 50 വർഷമെടുത്താണ് അദ്ദേഹം അൽ-സുമിയാത്ത് എഴുതി പൂർത്തിയാക്കിയത്. ഇവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കൃതികൾ. ഇതിൽ റിസാലത്തുൽ ഗുഫ്രാൻ എന്ന ഗദ്യകൃതിക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഒരു സാങ്കല്പിക രചനയാണിത്. പിൽക്കാലത്ത് യൂറോപ്പിൽ ദാന്തെ എഴുതിയ ഡിവൈൻ കോമഡിയുമായി പലരും ഇതിനെ താരതമ്യം ചെയ്യാറുണ്ട്. നിങ്ങളുടെ പഠനത്തിൽ, പ്രത്യേകിച്ച് നെറ്റ് പരീക്ഷയ്ക്ക് ഈ കൃതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൂടാതെ അൽ-ബുഖ്തൂരിയുടെയും മുത്തനബിയുടെയും ദീവാനുകൾക്ക് അദ്ദേഹം വ്യാഖ്യാനങ്ങളും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. അൽ-മാറി അവശേഷിപ്പിച്ചു പോയത് വളരെ സങ്കീർണവും ഇന്നും ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമാകുന്നതുമായ ഒരു പൈതൃകമാണ്. നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം ഒരു നിരീശ്വരവാദി ആയിരുന്നു എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലരുടെ വാദം അദ്ദേഹത്തിന്റെ കവിതകൾക്ക് സൂഫികളുടെ വാക്കുകൾ പോലെ ഒരു ബാഹ്യമായ അർത്ഥവും ആന്തരികമായ മറ്റൊരർത്ഥവും ഉണ്ടെന്നാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള പല കവിതകളും യഥാർത്ഥത്തിൽ ശത്രുക്കൾ തിരികെ കയറ്റിയതാണെന്നും ഒരു വാദമുണ്ട്. എങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും കരുതുന്നത് അദ്ദേഹം ഒരു സന്ദേഹവാദിയായിരുന്നു, അതായത് ഒരു സ്കെപ്റ്റിക്കായിരുന്നു എന്നാണ്. വിശ്വാസത്തിനും അവിശ്വാസത്തിനുമിടയിൽ എപ്പോഴും ആടിയുലഞ്ഞ ഒരു മനസ്സിന്റെ ഉടമ. എങ്കിലും അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്തുതന്നെയായിരുന്നാലും ഒരു കാര്യത്തിൽ മാത്രം ആർക്കും ഒരു തർക്കവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്ന അബൂ സക്കരിയ തബ്രീസി പറഞ്ഞൊരു വാക്കുണ്ട്: അറബികൾ ഉച്ചരിച്ചതും എന്നാൽ മാരികയ്ക്ക് അറിയാത്തതുമായ ഒരൊറ്റ വാക്കും എനിക്കറിയില്ല. എന്നുവെച്ചാൽ അറബി ഭാഷയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പാണ്ഡിത്യം അത്രയ്ക്ക് വലുതായിരുന്നു. അത് എല്ലാവരും അംഗീകരിച്ചിരുന്നു. അവസാനം ഹിജ്റ 449 തന്റെ 76-ാം വയസ്സിൽ ഒരുപാട് സ്വാധീനവും അതിലേറെ വിവാദങ്ങളും നിറഞ്ഞ ഒരു ജീവിതത്തിന് വിരാമമിട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ ആരായിരുന്നു അബുൽ അലാ അൽ-മേറി? സംശയങ്ങൾ നിറഞ്ഞ ഒരു തത്വചിന്തകനോ അതോ വളരെ ആഴത്തിൽ ചിന്തിച്ചൊരു വിശ്വാസിയോ? ഈ ഒരു വിശകലനത്തിന് ശേഷം അൽ-മാറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, സ്വന്തമായി ഒരു നിഗമനത്തിലെത്താൻ ശ്രമിക്കുക. അപ്പോ നമ്മൾ പ്രധാന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയാലോ? ഈ വിഷയത്തിലെ മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും അല്ലേ? അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകും? നിങ്ങളുടെ പഠനത്തിന് ഒരു മുതൽക്കൂട്ടാകാൻ പറ്റിയ ഒരു വഴിയുണ്ട്. അതാണ് ബ്രിഡ്ജ് 6 എഡ്യൂക്കേഷന്റെ ഈ പുതിയ പ്രിന്റഡ് ബുക്ക്. ഈ ബുക്കിനെ സ്പെഷ്യൽ ആക്കുന്നത് ഇതിന്റെ ഉള്ളടക്കം തന്നെയാണ്. നമ്മുടെ ഓരോ ക്ലാസ്സിലെയും പോയിന്റ്സും കഴിഞ്ഞ 5 വർഷത്തെ നെറ്റ് എക്സാം ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. ഈ ബുക്കിന്റെ ഒരു കോപ്പി ഓർഡർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഓർഡർ ചെയ്യാൻ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്താൽ മതി. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ ഈ പുസ്തകം ഒരു വലിയ സഹായമാകട്ടെ. നിങ്ങളുടെ പഠനത്തിനും ശോഭനമായ ഭാവിക്കും എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോ അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.